ഹലോ നമസ്കാരം. നമ്മുടെ മഴത്തോര് മുമ്പയുടെ ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കാൻ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ എല്ലാ സത്യങ്ങളും ബാലചന്ദ്രനും വിളിച്ചു പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗംഗാധര മേനോനും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശിവനോടും രാജീവിനോടും. രണ്ടു പേരും പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ തകർന്ന് നിൽക്കുകയാണ് രാജീവനും ശിവനും. കാരണം അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ തന്നെ അവരുടെ പകുതി ജീവൻ പോയതാണ്. പക്ഷേ ഗംഗാധരൻ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടപ്പോൾ ബാക്കിയുണ്ടായിരുന്ന ജീവനും കൂടി പോയി. അവരിപ്പോൾ ആകെ ഭൂമി പിളർന്ന് അതിലേക്കൊന്ന് ഇറങ്ങിപ്പോയെങ്കിൽ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുകയാണ് രാജീവനും ശിവനും. കാരണം അത്രയും അധികം അവർ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്തിട്ട് അവർക്ക് തന്നെ നാണക്കേട് തോന്നുകയാണ്. ബാലചന്ദ്രൻ്റെ മുമ്പിൽ ഒരു മൺതരിയോളം ചെറുതായിപ്പോയി എന്ന് അവർക്ക് തന്നെ മനസ്സിലാവുകയാണ്. വലിയ കൊമ്പത്തെ കൈതക്കൽ മാളിക വീട്ടുകാരാണെന്നൊക്കെ പറഞ്ഞ് ആത്മാഭിമാനമൊക്കെ പൊക്കിപ്പിടിച്ച് നടന്നിരുന്ന ആ രാജീവനും ശിവനും ഇപ്പോൾ ബാലചന്ദ്രൻ്റെ മുന്നിൽ വെറും ഒരു മൺതരിയോളം ചെറുതായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ബാലചന്ദ്രൻ വന്ന് പറഞ്ഞിട്ട് പോയി, അതുപോലെ ഗംഗാധരനും വന്ന് പറഞ്ഞതൊക്കെ കൂടി കേട്ടപ്പോൾ അവരുടെ ഉള്ള ജീവനും കൂടെ പോയി. കാരണം അത്രയും തങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർത്തിട്ട് അവരിങ്ങനെ ഖേദിക്കുകയാണ്. ഞങ്ങൾക്കിതൊന്നും അറിയില്ലല്ലോ ഗംഗേട്ടാ, ഞങ്ങളിതൊന്നും അറിയാതല്ലേ പ്രവർത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ബാലചന്ദ്രൻ എന്ത് വേണമായിരുന്നു? എല്ലാ കാര്യങ്ങളും എല്ലാവരോടും വിളിച്ച് പറയണമായിരുന്നോ? എന്നിട്ട് നാട്ടു മുഴുവൻ കൊട്ടിഘോഷിക്കണമായിരുന്നോ? വൈജയോട് പോലും അയാൾ അക്കാര്യം പറയാത്തത് കൊണ്ടാണ് വൈജ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. അക്കാര്യങ്ങളൊന്നും ആരും ഓർക്കുന്നില്ല. ആരോടാണ് നിങ്ങൾ ഇത്രയും നാളും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത്? സ്വന്തം പെങ്ങളുടെ മകളോടാണ്. ആരെയാണോ ശത്രുവായിട്ട് വൈജയന്തി കണ്ടുകൊണ്ടിരിക്കുന്നത്? സ്വന്തം മകളോടാണ്. സ്വന്തം മകളെയാണ് ഇത്രയും നാളും ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തം മകളോടാണ് വൈജയന്തി യുദ്ധം ചെയ്യുന്നത്. ഇതൊന്നും ആരും അറിയുന്നില്ല. ആ ബാലചന്ദ്രൻ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അടക്കി പിടിച്ച് അയാൾ ഇപ്പോഴും അവിടെ ആ കുടുംബത്തിൽ ജീവിക്കുന്നത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിലുള്ളൊരു അവസ്ഥ ആലോചിച്ച് നോക്കി. വൈജ പിഴച്ച് പ്രസവിച്ചൊരു സന്തതിയാണ് അലീന എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ബാലചന്ദ്രൻ എന്തായിരിക്കും ചെയ്യുക? ആദ്യം ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നത് വൈജയന്തിയായിരിക്കും, പിന്നാലെ അലീനയും. പക്ഷെ അയാൾ എന്താണ് ചെയ്തത്? അയാളുടെ നന്മയല്ലേ അപ്പം നമ്മളവിടെ കാണേണ്ടത്? ആ മകളെ സ്വന്തം മകളായി അംഗീകരിച്ച് സ്നേഹിച്ച് കൂടെ നിർത്തുന്നു. വൈജയോട് ഇഷ്ടക്കേട് കാണിക്കുന്നത് സ്വാഭാവികമല്ലേ? ആ ഏതൊരാളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യുക? ഇതിലപ്പുറം ചെയ്യില്ലേ? അയാൾക്ക് അയാളുടേതായിട്ടുള്ളൊരു പ്രൈവസിയിൽ ഇരുന്ന് അയാൾ ഇത്രയും നാൾ ചതിക്കപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ മാറി നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് അവിടെ ചെയ്തു കൂട്ടിയത്? ഈ പ്രശ്നങ്ങളൊക്കെ ഇത്രയും കുഴപ്പം ആക്കി മാറ്റിയത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ്. പ്രത്യേകിച്ച് രാജീവൻ ഒരു തവണ വന്ന് ഇവിടെ ആകെ കുഴപ്പമാക്കിയിട്ട് പോയതാണ്. പിന്നെ വന്ന് ആകെ കുഴപ്പത്തിലാക്കിയേക്കാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അലീനയെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചോ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ വീട്ടിലെത്തിച്ചേക്കണം എന്ന് പറയുമ്പോൾ ഗംഗേട്ടാ അത് ഞാൻ എന്ന് പറയുമ്പോൾ ഒന്നും പറയണ്ട, നിങ്ങളാണ് ഇതിന് പുറകിൽ എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളറിയാതെ അലീനയ്ക്ക് ഒന്നും സംഭവിക്കത്തില്ല. അലീനയെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി കളഞ്ഞോ അവിടെ പോയിട്ട് നിങ്ങൾ തന്നെ അലീനയെ തിരിച്ച് ബാലചന്ദ്രൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കണം എന്ന് പറയാണ്. എല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ രാജീവനും ശിവനും ആകെ എന്തോ പണ്ടാരടങ്ങിയ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ആൾക്കാരെ വിളിച്ചിട്ട് അലീനയെ തിരിച്ചു കൊണ്ടുവരാൻ പറയണം. പക്ഷേ തങ്ങളുടെ ബാലചന്ദ്രൻ്റെ മുന്നിൽ ഞങ്ങളൊക്കെ തോറ്റുപോയില്ലേ? ബാലചന്ദ്രൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അയാൾ അത്രയും നല്ലൊരു മനുഷ്യനാണ്. ആ ബാലചന്ദ്രനോടും അലീനയോടും അല്ലേ ഇത്രയും നാളും യുദ്ധം ചെയ്തത്, ഇങ്ങനെ പോരടിച്ച് നടന്നത് എന്നൊക്കെ ഓർത്തിട്ട് അവർക്ക് സ്വയം നാണക്കേട് തോന്നണം. അങ്ങനെ ഗംഗേട്ടൻ്റെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് തന്നെ രാജീവൻ അലീനയെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ വിളിക്കുന്നുണ്ട്. അവളെ ഒന്നും ചെയ്യരുത്, അവളെ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്നിടത്ത് കൊണ്ടുവരണം എന്ന് പറയണം. അപ്പോൾ അത് കേട്ടിട്ട് ആ ഗുണ്ടകൾ ചോദിക്കുന്നുണ്ട്, അതെന്ത് പറ്റി സാർ? ഇത്ര പെട്ടെന്ന് സാർ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അവളെ ഇവിടെ നിന്ന് കടത്തി കളയണമെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. എന്താ കാരണം എന്ന്? ഇപ്പോൾ അവൾക്കൊരു പോറൽ പോലും ഏൽക്കരുത്, ഇവിടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയണം. അതെന്ത് സംസാരമാണ് സാർ സംസാരിക്കുന്നത്? ഞങ്ങൾക്കൊരു കൊട്ടേഷൻ തന്നിട്ട് പെട്ടെന്ന് തിരിച്ചെത്തിക്കണം എന്ന് പറയുമ്പോൾ അത് കുറച്ച് റിസ്ക് ആണല്ലോ. ഇത് ഞങ്ങളുടെ മേലിൽ ഇത് പിടി വീഴുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരത്തില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ സാർ നമ്മുടെ റേറ്റ് ഇത്തിരി കൂടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ എന്ന് പറയാം കേട്ടോ അയാൾ. അപ്പോൾ രാജീവ് ദേഷ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്? നമ്മൾ പറഞ്ഞ റേറ്റിലുള്ള ജോലി നിങ്ങൾ ചെയ്തു, ഇനി ഞാൻ അവളെ തിരിച്ച് ചോദിക്കണം, എനിക്ക് തിരിച്ചെത്തിച്ച് തരണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാവും സാർ? സാർ ഞങ്ങളോട് ഇവളെ കടത്തിക്കളയാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ എടുത്തു, ഞങ്ങൾ ഇവളെ കൊടുക്കാനുള്ള ആളുകളെ വരെ സെറ്റാക്കി. ഇനിയിപ്പോൾ അവരോട് ഞങ്ങൾ എന്ത് പറയും? അപ്പോൾ ഞങ്ങൾക്ക് ഈ എമൗണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ അവർ പറഞ്ഞ എമൗണ്ട് കൂടെ ഞങ്ങൾക്ക് കിട്ടിയാലേ ഞങ്ങൾ ഇവളെ കൊണ്ടു തരുള്ളൂ എന്ന് പറയുമ്പോൾ
ഇതാകെ പെട്ടുപോയ പോലത്തെ ഒരു അവസ്ഥയിലാണ് രാജീവൻ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, നിങ്ങൾ എത്രയും പെട്ടെന്ന് അവളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ അലീനയുടെ ഡോറിൽ ഇങ്ങനെ മുട്ടി വിളിക്കുകയാണ്, തുറക്കടി, ഡോറ് തുറക്കുക എന്നൊന്നും പറഞ്ഞിട്ട് അലീന തുറക്കുന്നില്ല കേട്ടോ. അലീനയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അവരാണെങ്കിൽ ഇങ്ങനെ വീടിൻ്റെ ചുറ്റും തുറന്നിട്ട് ജനലിൻ്റെ അടുത്തൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ ജനൽ തുറന്നിട്ട് രക്ഷിക്കണേ, ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് നിന്നോട് മര്യാദക്ക് ഡോറ് തുറക്കാനാണ് പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ അലീന തുറക്കൂല എന്നുള്ള രീതിയിൽ നിൽക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് വേണ്ട, ഇനി അവളെ ഒന്നും ചെയ്യണ്ട, അവളെ തിരിച്ചു കൊണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നീ ഡോറ് തുറന്നോ, നിന്നെ ഞങ്ങൾ സേഫായിട്ട് എവിടെ നിന്ന് കൊണ്ടുവന്നോ അവിടേക്ക് ആക്കി തരാം എന്ന് പറയണം. അപ്പോൾ അലീനയ്ക്ക് പക്ഷെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അവരുടെ വാക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അലീന അത് വീണ്ടും ചതിയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ്, നിനക്ക് യാതൊരു പോറലും ഏൽക്കാതെ നിന്നെ ഞങ്ങൾ കൊണ്ടാക്കി തരാം എന്ന് പറയുമ്പോൾ അലീന അത് സമ്മതിക്കുന്നില്ല, ഡോറ് തുറക്കൂല എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവർ ചതിച്ച് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നുള്ള പേടിയൊക്കെ അലീനയ്ക്കുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ അടവെടുക്കുന്നത് എന്ന് അലീന വിശ്വസിക്കുകയാണ്. അപ്പോൾ അലീന അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല, ഡോർ തുറക്കൂല എന്ന് തന്നെ പറയണം. അപ്പോൾ അവരാണെങ്കിൽ വീണ്ടും ഇങ്ങനെ ഒച്ചെടുക്കുന്നൊക്കെ ഉണ്ട്, ഡോറ് തുറക്ക്, നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നീ ഡോറ് തുറക്കുക, അതാണ് നിനക്ക് നല്ലത്, അല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം ഗംഗാധരൻ രാജീവിനെയും ശിവനെയും കൂട്ടിയിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെല്ലണം. കടപ്പാട്ടൂർ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അലീനയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. പക്ഷേ ആ കംപ്ലയിൻ്റ് ഒന്നും മുകളിലേക്ക് അങ്ങനെ പോവില്ല, കാരണം നമ്മുടെ ശിവേട്ടൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോലീസ് വല്ലാണ്ട് കാര്യമായിട്ട് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നമ്മുടെ മനു ഇതിൻ്റെ പുറകെ തന്നെയാണ്. അപ്പോൾ രാജീവ് ഫോൺ ചെയ്യുന്നതും ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് ട്രേസ് ചെയ്തിട്ടാണ് മനു അലീനയെ രക്ഷിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അതേസമയം ഗംഗാധരൻ ശിവനെയും രാജീവിനെയും കൂട്ടിയിട്ട് കടപ്പാട്ടൂർ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കോളിംഗ് ബെല്ലടിച്ച് ഡോറ് തുറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണയാണ് ഡോറ് തുറക്കുന്നത്. അപ്പോൾ അവരകത്തേക്ക് കയറാൻ നിൽക്കുമ്പോൾ നിൽക്ക് എന്ന് പറഞ്ഞ് തടയണം. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങളൊന്നും അത്ര നല്ല ആൾക്കാരല്ല, മോശപ്പെട്ട ആൾക്കാരാണ്, ചീത്ത ആൾക്കാരാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കയറി വരണ്ട എന്ന് പറയണം. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്, മോളെ കടത്തി വിട്ടേക്ക്, അവർ വന്നോട്ടെ എന്ന് പറയണം. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് വഴി മാറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ വന്നിട്ട് കൃഷ്ണയോട് പറയുന്നുണ്ട്, മോള് മിടുക്കിയാണ്, നല്ല കുട്ടിയാണ്, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള പക്വതയും ഒക്കെയുണ്ട്, ബുദ്ധിയൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി. മോള് പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്നോ ചതിയന്മാരാണെന്നൊന്നും അങ്ങനെയൊന്നും പറയരുത്, തെറ്റ് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും എൻ്റെ അച്ഛൻ ഇത്രയും നാൾ എല്ലാവരും കൂടി ചതിക്കുകയായിരുന്നില്ലേ, എൻ്റെ അമ്മ പോലും എന്ന് പറയാണ് കൃഷ്ണ. അപ്പോൾ ആ സമയത്ത് ഗംഗാധരനും രാജീവൊക്കെ ഇങ്ങനെ ആകെ തല താഴ്ത്തി നിൽക്കട്ടെ, ഒന്നും പറയുന്നില്ല. അപ്പോൾ കൃഷ്ണ അവരെ നോക്കിക്കൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. രാജീവങ്ങളും ശിവനങ്കിളൊക്കെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അങ്കിളിനെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് ഗംഗാധരനോട്. എല്ലാം അറിയാം മോളെ, എനിക്കെല്ലാം മനസ്സിലായി, എൻ്റെ ചേച്ചിയെ കാണാനില്ല, എനിക്ക് എൻ്റെ ചേച്ചിയെ ഇപ്പോൾ എനിക്ക് കിട്ടണം എന്ന് പറയാണ്. ചേച്ചി വരും, ചേച്ചിക്ക് ഒരു കുഴപ്പം വരില്ല, ചേച്ചിയെ തിരിച്ചു കൊണ്ടുവരും എന്ന് തന്നെ പറയുന്നുണ്ട് ഗംഗാധരൻ. അങ്ങനെ ഇവരകത്തേക്ക് കയറിയപ്പോൾ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ ഗംഗേട്ട ഇവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്, ഇനി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാനാണോ ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, ബാലേന്ദ്ര അത് ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നല്ലോ, താൻ എന്തൊക്കെയാണ് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളതൊക്കെ വിശ്വസിച്ചു, അതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായത്, ബാലേന്ദ്രന് അത് നേരത്തെ തന്നെ ഞങ്ങളോട് പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു മൈക്ക് എടുക്കാം, എന്നിട്ട് ഈ നാട് മുഴുവൻ കൊട്ടി ഘോഷിച്ചുകൊണ്ട് നടക്കാം എൻ്റെ ഭാര്യയുടെ അവിഹിത ചരിത്രങ്ങൾ, അതിലൊരു മോള് പിറന്നതും ആ മോളെയും കൊട്ടി ഘോഷിച്ച് ഞാനൊരു ജീപ്പിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടു നടന്ന് നാട്ടുകാരെ അറിയിക്കാം, എന്താ അത് മതിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതല്ല ബാലേന്ദ്ര, ഞങ്ങളിങ്ങനെയൊക്കെ തെറ്റ് പറ്റിപ്പോയി, ശരിയാണ്, ഞങ്ങളുടെ ഭാഗത്തും വൈജയുടെ ഭാഗത്തും ഒക്കെ തെറ്റ് പറ്റിപ്പോയി, പക്ഷേ അതിന് ഇത്രയുമൊക്കെ പ്രശ്നങ്ങളാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയണം. ഓ, നിങ്ങളുടെ പെങ്ങളുടെ ഭാഗത്ത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര അലിവല്ലേ, ഇതിപ്പോൾ എൻ്റെ മകളാണ് അലീന എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ തല്ലാനും കൊല്ലാനും ആണല്ലോ നടന്നത്, ഇപ്പോൾ വൈജയുടെ മകളാണ് അലീന എന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തല്ലലും കൊല്ലലും ഒന്നും ഇല്ലല്ലേ, ഇപ്പം എന്താ അങ്ങനെ മനം മാറിയത്, ഞാൻ തെറ്റ് ചെയ്തതാണെങ്കിൽ ഓഹോ നിങ്ങളുടെ പെങ്ങൾ തെറ്റ് ചെയ്തല്ല ആഹാ എന്ന നിലപാടാണല്ലോ നിങ്ങൾ എടുത്തേക്കുന്നത്, അതെങ്ങനെ ശരിയാകും, അത് എവിടുത്തെ ന്യായമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്ര അവരെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്, ഇനി എന്താണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല എന്ന് പറയണം. ഗംഗേട്ടനറിയോ, എൻ്റെ മക്കളെ വരെ എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പിരിച്ച് കൊണ്ടുപോയതാണ്, എന്നിട്ട് അവരവിടെ എങ്ങനെ ജീവിക്കുന്നതെന്ന് ഗംഗേട്ടനൊന്ന് നോക്ക്, അവിടെ വെറും അടിമകളെ പോലെയാണ്
അമലെടുത്തി അവരെ പരിപാലിക്കുന്നത്, അവരെ നോക്കുന്നത്, അല്ലാതെ മക്കളായിട്ടൊന്നുമല്ല വേലക്കാരായിട്ടാണ് കാണുന്നത് എന്ന് പറയുമ്പോൾ അത് ബാലചന്ദ്രൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഒരിക്കലും അവരെ അങ്ങനെ തിരിച്ച് കണ്ടിട്ടില്ല എന്ന് ശിവൻ പറയണേ. ശിവേട്ടൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ മാലതിയേട്ടത്തി അങ്ങനെയല്ല, മാലതിയേട്ടത്തെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് ബാലചന്ദ്രൻ. അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വിടാം എന്ന് പറയുന്നുണ്ട് ശിവൻ. എന്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും? അമ്മയുടെ പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നോ? ഈ കൃഷ്ണമോളെ പോലെയല്ല അവർ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഭവിഷ്യത്ത് ശിവേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അമ്മയുടെ പെറ്റായിട്ട് നടക്കുന്ന 2 മക്കളാണ്, പക്ഷേ അമ്മയെ ഏറ്റവും കൂടുതൽ വെറുക്കാൻ പോകുന്നതും അമ്മയെ സ്നേഹിക്കാതിരിക്കുന്നതും അവരായിരിക്കും. ശിവേട്ടന് സംശയമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ എന്ന് മനസ്സിലാവണം ശിവനും രാജീവനും ഗംഗേട്ടനും ഒക്കെ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനേ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ആരോടും പറയാതെ എൻ്റെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ അലീന ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അമ്മയും സഹോദരങ്ങളും കൂടെ ബന്ധുക്കളും ഒക്കെയാണ് അവരുടെ അടുത്തേക്കാണ് പോകുന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ഗംഗേട്ടനും കൂടി പറയുന്നുണ്ട്. ആ സമയത്ത് ശിവൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം? ഭയങ്കര പ്രശ്നമായിരിക്കുമല്ലോ ഗംഗേട്ട. നമ്മളെല്ലാവരും കൂടി എതിർസ്ഥാനത്താവില്ലേ? നമ്മളല്ലേ അവളോട് ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ചതി ചെയ്തത് എന്ന് പറയില്ല. ഇപ്പം അച്ഛനാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച അച്ഛനാണെങ്കിലും രാവണ്യമ്മാമ്മയാണെങ്കിലും ജീവിച്ചിരിപ്പില്ല. നമ്മളോടായിരിക്കത്തില്ലേ വൈജ പോരിന് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങളാണ് വൈജയന്തിയുടെ ജീവിതം നശിപ്പിച്ചത്. അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ അതിന് തടസ്സം നിന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു? അതിൻ്റെ ചരിത്രങ്ങളൊന്നും എനിക്കറിയണ്ട. അപ്പോൾ ഗംഗേട്ടൻ പറയാൻ തുടങ്ങുന്നത്, അത് ബാലേന്ദ്ര അങ്ങനെയല്ല, അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയണ്ട, എനിക്ക് കേൾക്കണ്ട, ആ ചരിത്രങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. വൈജയന്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയണ്ട. പക്ഷേ നിങ്ങളുടെ പെങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് എൻ്റെ കൂടെ ഇത്രയും വർഷം ജീവിച്ചു. ഒരു മികച്ച നടിക്കുള്ള അവാർഡ് കൊടുക്കണം അവൾക്ക്. അതുമാത്രമല്ല, അവളുടെ ജീവിതത്തിൽ ഇത്രയുമൊക്കെ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടും ആ അലീനയെ പറ്റിയിട്ട് എന്തൊക്കെ മോശമാണ് അവൾ പറഞ്ഞുണ്ടാക്കിയത്. ഏതോ ഒരു സ്ത്രീ പിഴച്ച് പറ്റത് എന്ന് വരെ പറഞ്ഞില്ലേ? ശരിക്കും നിങ്ങളുടെ പെങ്ങൾ തന്നെയല്ലേ പിഴച്ച് പറ്റത്? എന്നിട്ട് അത് മറച്ചു വെച്ചിട്ട് ആ ഒരു കാര്യം ഒരു ഇത്തിരി പോലും അവളുടെ മനസ്സിൽ ഓർമ്മയില്ലാതെയാണോ അലീനയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് സംസാരിച്ചത്? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അവൾ അലീനയ്ക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ സ്വന്തം മുഖത്ത് ചെളി വാരി എറിയായിരുന്നില്ലേ വൈജയന്തി ഇത്രയും നാളും എന്ന് പറയാണ് ബാലചന്ദ്രൻ. അതൊക്കെ ശരിയാണ് ബാലേന്ദ്രൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇക്കാര്യങ്ങളൊക്കെ വൈജ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും എന്ന് പറയണം. ഈ കാര്യങ്ങളൊക്കെ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വൈജയന്തി ജീവിച്ചിരിക്കത്തില്ല. ഒന്നുകിൽ അവൾ സൂയിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും എന്ന് പറയുന്നുണ്ട് ഗംഗേട്ടൻ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ പെങ്ങൾ മാത്രമല്ല ഗംഗേട്ടാ, ഈ കാര്യങ്ങളൊക്കെ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഞാനും വൈജയന്തിയും തമ്മിൽ ഒരുമിച്ച് ഒരു ജീവിതമില്ല. പിന്നീട് എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നെയാവും. ഞങ്ങൾ പിന്നീട് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ അതുകൂടി കേട്ടപ്പോൾ ശിവനും രാജീവനും ഗംഗേട്ടനൊക്കെ ആകെ പെട്ടുപോകണം. അപ്പോൾ വൈജയന്തി ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് തന്നെ അവർ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ രാജീവിനെ നന്നായിട്ട് താങ്ങുന്നുണ്ട്. ഇപ്പം എവിടെ പോയി നിൻ്റെ വീര്യവും ശൗര്യവും ഒക്കെ? എൻ്റെ അടുത്ത് എങ്ങനെ ചാടിക്കടിക്കാൻ വന്ന് നിന്നവനാണ്. ഇപ്പം എന്തേ നാവ് പൊങ്ങുന്നില്ലേ? തല ഒന്ന് ഉയർത്തിപ്പിടിക്കുക, ഞാൻ കാണട്ടെ, നിങ്ങളുടെ മുഖമൊക്കെ ഞാൻ കാണട്ടെ. എന്നെ ഇത്രയും നാളും വിഡ്ഢിവേഷം കെട്ടിച്ച നിങ്ങളുടെ മുഖമൊക്കെ ഞാൻ കാണട്ടെ എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. പക്ഷേ രാജീവനും ശിവനും തല താഴ്ത്തി തന്നെ നിൽക്കുകയാണ്. ഗംഗേട്ടനാണെങ്കിൽ പിന്നീട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് ബാലചന്ദ്രൻ്റെ കൂടെ തന്നെ നിന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാജീവിൻ്റെയും ശിവൻ്റെയും തല പൊങ്ങുന്നില്ല. അത്രയും അപമാന ഭാരത്താലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല, കൂടുതൽ സംസാരിക്കാനില്ല. എൻ്റെ മകളെ എനിക്ക് കിട്ടണം. എൻ്റെ മകളാണ് അവൾ, വൈജയന്തിയുടെ മകളല്ല, എൻ്റെ മകളാണ് അലീന. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. നിങ്ങളുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അലീന ബാലചന്ദ്രൻ്റെ മാത്രം മകളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ശരിക്കും അവർ വീണ്ടും തരം താഴ്ന്നു പോവുകയാണ് നമ്മുടെ രാജീവനും ശിവനൊക്കെ. കാരണം വൈജയന്തി പ്രസവിച്ച മകളാണ്, സ്വന്തം മകളായിട്ട് ബാലചന്ദ്രൻ അവളെ അംഗീകരിച്ച് ഏറ്റെടുക്കുമ്പോൾ അവരുടെയൊക്കെ മുന്നിൽ ബാലചന്ദ്രൻ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് അവർ ആ സമയത്ത് മനസ്സിലാക്കണം. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ഈ രാത്രി തന്നെ എൻ്റെ മകളെ തിരിച്ചു കിട്ടണം. എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് തരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, ഒരു കുഴപ്പവും വരില്ല, അലീനെ ഇവർ സേഫായിട്ട് തന്നെയാണ് എത്തിച്ചിട്ടുള്ളത്, തിരിച്ച് കൊണ്ടുവരും എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയത്താണ് രാജീവിൻ്റെ ഫോണിലേക്ക്
കോള് വരുന്നത്. ആ കോള് വരുമ്പോൾ അയാൾ പറയുന്നുണ്ട് അലീന ഡോർ അടച്ച് ഇങ്ങനെ ഇരിക്കായത് കൊണ്ട് കൊണ്ടുവരാനൊന്നും പറ്റുന്നില്ല എന്ന് പറയാണ്. ആ സമയത്ത് രാജീവനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗംഗേട്ടൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അലീന ഡോർ അടച്ചിരിക്കുകയാണ്, വാതിൽ തുറക്കുന്നില്ല, എത്ര പറഞ്ഞിട്ടും തുറക്കുന്നില്ല, ഇവർ ചവിട്ടി പൊളിക്കാൻ നോക്കിയിട്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ദേ ഗംഗേട്ട, എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കളിയൊക്കെ മാറും, ഞാൻ എല്ലാത്തിനെയും അഴിയെണ്ണിക്കും എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ നീ ഒന്ന് അടങ്ങ് ബാലേന്ദ്ര, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കേട്ടോ. അതായത് അലീനയെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം മനുവിനെ കണ്ടിട്ട് ആ ആൾക്കാരെ കൂടി മനുവിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചത് ആരോ അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ മനു വന്നിട്ട് അവർക്കൊക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെടാ അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ആദ്യമൊക്കെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവളെ അന്വേഷിച്ച് വന്നതാണെന്ന് മനസ്സിലായപ്പോൾ ഒന്ന് അഴയുന്നുണ്ട്. കാരണം അവൾ എന്താണെങ്കിലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നതാണല്ലോ. അങ്ങനെ അവർക്കൊക്കെ നന്നായിട്ട് മനു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നന്നായിട്ട് കൊടുത്തിട്ട് അലീനയുടെ അടുത്ത് ചെന്നിട്ട് ഡോറിൽ മുട്ടി വിളിക്കാൻ അലീന, ഞാനാണ് മനുവേട്ടനാണ്, ഡോറ് തുറക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഡോറ് തുറക്കുകയാണ് അലീന. മനുവേട്ടനെ കണ്ടതും അലീന പൊട്ടിക്കരഞ്ഞു പോവാണ്. കയ്യിലെ കെട്ടൊന്നും അഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മനു അവളെ കെട്ടി പിടിക്കുന്നുണ്ട്. അതുപോലെ കയ്യിലെ കെട്ടൊക്കെ അഴിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഗുണ്ടകളാണെങ്കിൽ പിന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ മനു അലീനയും രക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് രക്ഷിച്ചു വരുന്ന രംഗങ്ങളൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഇമോഷണലാണ്. അലീന ഭയങ്കര സന്തോഷവും സങ്കടം. മനുവേട്ട, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് മനുവേട്ട, എന്നെ എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ പീഡിപ്പിക്കുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ മനുവേട്ട, ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലായിരുന്നു അല്ലേ മനുവേട്ട, ഞാൻ വന്നതുകൊണ്ടല്ലേ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് അലീന. അലീനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അലീന, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഇങ്ങോട്ടേക്ക് തന്നെ വരണമായിരുന്നു, നീ വന്നത് കൊണ്ടല്ല ഇതൊന്നും സംഭവിച്ചത്, ഇതൊക്കെ എൻ്റെ വീട്ടുകാരുടെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും വല്യച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ കുഴപ്പം കൊണ്ടാണ് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്, അല്ലാതെ നീ വന്നതുകൊണ്ടല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ വന്നതുകൊണ്ടാണ് എനിക്ക് നിന്നെ കിട്ടിയത്, ഞാൻ ഒരിക്കലും നിന്നെ കൈവിട്ട് കളയില്ല, ഇനി നീ എൻ്റെ പെണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ ചേർത്ത് പിടിക്കുകയാണ് മനു. അതുപോലെ മനുവിനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് അലീന. അങ്ങനെ മനു അലീനയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ അതേസമയം അലീനയെ കാണാഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. അലീനയെ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അയാളാണെങ്കിൽ പിന്നെ അലീനയെ മനു വന്ന് രക്ഷിച്ച കാര്യമൊന്നും രാജീവിനെ വിളിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരിങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്താണ് മനു അലീനയും കൊണ്ടിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പോൾ അലീനയെ കണ്ടപ്പോൾ കൃഷ്ണമോൾ ഓടി വന്ന് ചേച്ചി എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ അവിടെ കണ്ടപ്പോൾ അലീനയും ആകെ പകച്ചു പോവാണ്. അപ്പോൾ ബാലചന്ദ്രനും ഇങ്ങനെ അലീനയുടെ അടുത്ത് വന്നിട്ട് മോളെ എന്ന് പറയുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രനെ കെട്ടിപ്പിടിക്കണം. അപ്പോൾ അതൊക്കെ കണ്ട് ഗംഗേട്ടനും ശിവേട്ടനും അതുപോലെ രാജീവനും ഒക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലായ്മ തോന്നുകയാണ്. കാരണം ഇത്രയും നാൾ കഷ്ടപ്പെടുത്തിയത് സ്വന്തം പെങ്ങളുടെ മകളെയാണല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധവും, അതുപോലെ ബാലചന്ദ്രനോട് ഒരുപാട് മോശമായിട്ട് പെരുമാറുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു നാണക്കേടും എല്ലാം കൊണ്ടും രാജീവനും ശിവനും ഇതൊക്കെ കണ്ട് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അച്ഛാ എനിക്കറിയത്തില്ലായിരുന്നു അച്ഛാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അച്ഛാ എന്നോട് എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ പൊക്കോളാം അച്ഛാ, ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം, എനിക്കിനി ഇവിടെ നിൽക്കണ്ട അച്ഛാ, എനിക്ക് പേടിയാണ് ഇനി ഇവിടെ നിൽക്കാൻ, ഞാൻ പൊക്കോളാം എന്ന് പറയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഇനി എവിടെയും പോണില്ല മോളെ, നീ എൻ്റെ കൂടെ, എൻ്റെ മോളായിട്ട്, എൻ്റെ മോളാണ് നീ ഇവിടെ തന്നെ എൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറയണം, ആരും നിന്നെ ഒന്നും ചെയ്യില്ല, ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് നമ്മുടെ ശിവേട്ടനും രാജീവും ഗംഗേട്ടനും. ആ സമയത്ത് ഗംഗേട്ടൻ വന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, മോളെ എല്ലാം മറന്ന് കള, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം, നീ ആരാണെന്ന് അന്നേ എനിക്ക് മനസ്സിലായതാണ്, പക്ഷേ അന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ എല്ലാവർക്കൊക്കെ അറിയാം നീ ആരാണെന്നുള്ളത്, അതുകൊണ്ട് ഇനി ആരും നിൻ്റെ നേരേക്ക് ഒരു പ്രവൃത്തിയും ചെയ്യത്തില്ല, നീ സമാധാനമായിട്ടിരിക്കും, നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകണ്ട, അതല്ല നിനക്ക് എങ്ങോട്ടെങ്കിലും പോകണം തോന്നുകയാണെങ്കിൽ നീ എൻ്റെ കൂടെ പോരെ, മാലതിക്ക് ഒരുപാട് സന്തോഷമാണെന്ന് പറയുമ്പോൾ വേണ്ട ഗംഗേട്ട, അത്രയും ഔദാര്യമൊന്നും ചെയ്യണ്ട, ഇതെൻ്റെ മോളാണ്, എൻ്റെ കൂടെ തന്നെ ജീവിക്കും എന്ന് പറയണം. ആ സമയത്ത് എന്നിട്ട് എല്ലാവരും കൂടി രാജീവിനെയും ശിവനെയും നോക്കുമ്പോൾ അവർ വന്നിട്ട് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അവരെന്നിട്ട് നേരത്തെ തന്നെ ബാലചന്ദ്രനോട് മാപ്പ് പറഞ്ഞതാണ്. അപ്പോൾ അലീനയുടെ അടുത്ത് വന്നിട്ട്, മോളെ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി, മോളെ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരുപാട് മോശമായിട്ടുള്ള പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്നിങ്ങനെ പറയണം. നാണുണ്ടോ ശിവേട്ട നിങ്ങൾക്ക്, ഇത്തിരി പോകുന്ന ഒരു പെണ്ണിനോട് മാപ്പ് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും സാരമില്ല ബാലേന്ദ്ര, വേറെ ആരോടും ഇല്ലല്ലോ, വൈജയന്തിയുടെ മകളോടല്ലേ, അതൊന്നും കുഴപ്പമില്ല എന്ന് ഗംഗേട്ടൻ പറയണേ. വൈജയന്തിയുടെ മകൾ, ഇനി കൂടുതൽ ചരിത്രങ്ങളൊന്നും ഇവിടെ വിളമ്പാതെ നിങ്ങളൊക്കെ പോവാൻ നോക്ക്, ഞാനും എൻ്റെ മക്കളും കൂടെ ഇവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, ആരും ഇങ്ങോട്ട് ശല്യപ്പെടുത്താനായിട്ട് വരാതിരുന്നാൽ മാത്രം മതി എന്ന് പറയണ ബാലചന്ദ്രൻ. അപ്പോൾ
അങ്ങനെ നാണം കെട്ട് അവരവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം. മനു ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കുടുംബത്തിൽ ആകെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ ഗംഗേട്ടാ, അത് ഈ നിൽക്കുന്ന മനുവാണ്. എങ്ങനെ ഇവൻ ആ കുടുംബത്തിൽ വന്നു പോയി എന്നുള്ളത് മാത്രമാണ് എന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കുടുംബമായിട്ട് യാതൊരു സ്വഭാവ ഗുണവും ഇല്ലാതെ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്വഭാവ ഗുണവും ഇവന് കിട്ടിയിട്ടില്ല. കാരണം ഇവൻ്റെ നല്ല നന്മയുള്ള മനസ്സാണ് മനുവിൻ്റെത്. അതുകൊണ്ട് അവനെ മാത്രമേ എനിക്ക് ആ വീട്ടിൽ വിശ്വാസമുള്ളൂ, അവൻ മാത്രമേ എൻ്റെ അടുത്തേക്ക് വരുന്നത് എനിക്ക് താല്പര്യമുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഗംഗേട്ടനും ശിവേട്ടനും രാജീവൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. മനുവും ബാലചന്ദ്രനോടും അലീനയോടും യാത്ര പറഞ്ഞു പോകണം. അപ്പോൾ മനുവിൻ്റെ അടുത്ത് ആ സമയത്ത് മനുവിൻ്റെ അടുത്ത് ബാലചന്ദ്രൻ വന്നിട്ട് പറയുന്നുണ്ട്, മനു എങ്ങനെ നിന്നോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ, അങ്കിൾ എന്തായി പറയുന്നത്, എന്നോട് നന്ദി പറയാനോ? അലീനെ നമ്മുടേതല്ലേ, അലീനെ രക്ഷിച്ചു കൊണ്ടുവരേണ്ടത് എൻ്റെയും കൂടെ കടമയല്ലേ, അലീന എൻ്റേതല്ലേ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം നിൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത്. അപ്പം എന്നാൽ ശരി അങ്ങളെ, ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനുവും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അലീനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് മനുവും അവിടെ നിന്ന് ഇറങ്ങുകയാണ്.